Morning, students. Welcome to your Business Information System class. In the last class, we have explained transaction processing system. Today, we are going to the second type, that is decision support system or DSS. DSS is a system that supports managers to take decisions. ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസറും. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ there will be different types of decisions: structured decisions, unstructured, semi-structured, etc. ഈ ഡിസിഷൻസ് എടുക്കുന്നത് ഡ്യൂ ടു സം പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. സോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു സോൾവ് സെമി-സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് പ്രോബ്ലംസ്. ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം. The user and the computer system can interact. DSS responds quickly. ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന പേഴ്സൺ എന്ത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്, എന്ത് എൻക്വയറി ആണോ നടത്തുന്നത്, അതിന് ക്വിക്കായിട്ടുള്ള റെസ്പോൺസസ് ഈ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം എന്നുള്ളത് ഈ സിസ്റ്റത്തിലൂടെ യൂസറിന് അതിൻ്റെ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റണം. This system is used by senior managers and executives to analyze the information or data and to project the effect of their decisions in the future. ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ, ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ട് നമ്മൾ ഒരു ഡിസിഷൻ, ഒരു പെർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഡിസിഷൻ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് ഓർ റിസൾട്ട് എന്താവും എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാൻ മാനേജേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. സോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇസ് എ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് ഡിസിഷൻസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ പ്രോബ്ലം സോൾവിംഗ്, and it solves semi-structured and unstructured problems. It is interactive. It is used by senior managers or executives to solve problems and as well as to project the effect of their decisions in the future. ഫ്യൂച്ചറിൽ ഇവരെടുത്തിട്ടുള്ള ഡിസിഷൻസ് റിസൾട്ട് എന്താവും എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാനും ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെഫിനിഷൻ ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം may be defined as interactive computer-based system and subsystems that help people use computer communications, data, documents, knowledge and models to solve problems and make decisions. എന്താണ് ഡി എസ് എസിൽ ഡെഫിനിഷനിൽ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം. ഇതൊരു എന്താണ്, യൂസർ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനാണ്, ഇൻട്രാക്റ്റീവ് സിസ്റ്റമാണ്. ആൻഡ് it helps people to use
കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടറിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ സിസ്റ്റം, നമ്മൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടു ഗെറ്റ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതിന് ഡാറ്റ, ചിലപ്പോൾ അതിൽ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, റിപ്പോർട്ട്സ്, ഫയൽസ്, നോളജ്, ചിലപ്പോൾ സംടൈംസ് they have to use certain mathematical models to solve a particular problem. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന്. I repeat, decision support system is an interactive computer based system and subsystem that help people use computer communications, data, documents, knowledge and models to solve problems and make decisions. And another definition is a system that provides information for making semi-structured and unstructured decisions. ഈ ഡെഫിനിഷൻ കുറച്ചും കൂടെ സിമ്പിളാണ്, പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് സെമി-സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ. നേരത്തെ മീനിങ്ങിൽ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസാണിത്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം 2 ടൈപ്പ് ഓഫ് ഡിസിഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട ഇൻഫർമേഷൻസാണ് നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന, അതിന് വേണ്ട ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, let's move on to the characteristics of DSS. There are 11 characteristics of DSS. First characteristics is facilitation. Facilitation means decision support system facilitate and support specific decision making activities. അതായത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. സോ DSS ഫെസിലിറ്റേറ്റ് ആൻഡ് സപ്പോർട്ട് സ്പെസിഫിക് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഓരോ കോണ്ടെക്സ്റ്റിൽ എടുക്കുന്ന ഡിസിഷനും ആവശ്യമുള്ള ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. Then second characteristics is supporting. Supporting എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും സപ്ലൈ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബട്ട് ഇറ്റ് കനോട്ട് റീപ്ലേസ് ഡിസിഷൻ മേക്കർ. ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് ഒരു ഡിസിഷൻ മേക്കറിനെ റീപ്ലേസ് ചെയ്യാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ decision support system പറ്റില്ല. So it only supports or helps the decision makers to take decisions at the right time. ഒരു ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ മേക്കറിന് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റ് മാത്രമാണ് DSS എന്ന്. ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് ഫോർ ഡിസിഷൻ മേക്കറിൻ്റെ പ്ലേസിൽ DSSനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാനോ പറ്റില്ല. ദെൻ തേർഡ് characteristics is DSS is meant for higher level management. അതായത് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് സീനിയർ മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ആണ്. എന്തിനാണ് ഇവരത് യൂസ് ചെയ്യുന്നത്? ദേ യൂസ് DSS to get various information for taking complex decisions or complicated decisions. സീനിയർ മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് എടുക്കുന്ന ഡിസിഷൻസ് പറഞ്ഞാൽ വിച്ച് ആർ റിലേറ്റഡ് ടു ക്രിട്ടിക്കൽ മാറ്റേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ആ ഡിസിഷനിൽ വേണ്ട ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് DSS എന്ന്. In DSS,
emphasis is given to mathematical or analytical models or graphics or assumptions. അപ്പോൾ അതിൽ കൂടുതലും എംഫസിസ് കൊടുക്കുന്ന ഫോക്കസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇൻഫർമേഷൻസോ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു എസംഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത്. സോ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് മെൻറ്റ് ഫോർ ഹയർ ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ ഫോർത്ത് വൺ ഇസ് computers as well as judgment. ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് മാനേജേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് അവരുടെ നോളജ് യൂസ് ചെയ്തിട്ട് എക്സ്പെർട്ടൈസ് നോളജ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസിഷന് ജസ്റ്റ് ഈ സിസ്റ്റത്തിന് മാത്രം ബേസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് റിക്വയേഴ്സ് ഇൻസൈറ്റ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ്. ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തണമെങ്കിൽ അതിന് ഡിസിഷൻ മേക്കറിൻ്റെ എക്സ്പെർട്ടൈസും നോളജും ഇൻസൈറ്റും അവർക്കുണ്ടാവുന്ന ജഡ്ജ്മെൻറ്റ് ഓരോ ഡിസിഷൻ മേക്കേഴ്സ് എടുക്കുന്ന ജഡ്ജ്മെൻറ്റ് ആസ് വെൽ ആസ് കമ്പ്യൂട്ടേഴ്സ് ആസ് വെൽ ആസ് ജഡ്ജ്മെൻറ്റ് ഇസ് റിക്വയർഡ്. ദെൻ another characteristics is interaction. Problems are solved in an interactive mode. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് യൂസറും കമ്പ്യൂട്ടർ സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ്. അതുകൊണ്ടാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് ഇൻട്രാക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. So fifth characteristics is interaction. That is, problems are solved in an interactive mode between the system and the user. Then another point is task oriented. Task oriented എന്ന് പറഞ്ഞാൽ decision support system provide specific capabilities that support one or more task. അതായത് ടാസ്കിൽ പറയുന്നത് ഡാറ്റ അനാലിസിസ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഡിസൈനിങ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, മേക്കിംഗ് ഓർ ചൂസിങ് വൺ ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ഫൈനലി വൺ ഓൾട്ടർനേറ്റീവ് ഇസ് ഇംപ്ലിമെൻറ്റഡ്. ഇതാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. ഫൈനൽ ചോയ്സ് മാത്രമാണ്, ആ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ചോയ്സ് ലെവലിൽ മാത്രമാണ് ഡിസിഷൻ മേക്കറിൻ്റെ റോൾ വരുന്നത്. സോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം സപ്പോർട്ട് മോർ ദാൻ വൺ ടാസ്ക് റിലേറ്റഡ് ടു ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഈ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഡാറ്റ അനാലിസിസ്, പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ സ്റ്റെപ്സൊക്കെ പറയാം. സച്ച് ആസ് ചൂസിങ് ഐഡൻറ്റിഫൈങ് ദി ഓൾട്ടർനേറ്റീവ്സ്, ചൂസിങ് വൺ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ്, ഡിസൈനിങ് ഓൾട്ടർനേറ്റീവ്സ്, ചൂസിങ് വൺ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ദ ഓൾട്ടർനേറ്റീവ്സ്. ദെൻ സെവൻത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് റിപ്പീറ്റഡ് യൂസ്. അതായത് ഒരിക്കൽ ആ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ റുട്ടീൻ മാനർ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതേ സിസ്റ്റം തന്നെ നമുക്ക് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. അൺലെസ് ദർ ഇസ് സം ചേഞ്ച് ഇൻ ദ ബിസിനസ് എൻവയൺമെൻറ്റ്. നമ്മളുടെ ബിസിനസ് എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നില്ല, ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ സെയിം സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് continuously. Then another characteristics is identifiable. എന്ന് പറയുന്നത് decision support system is an independent system that collect data from other information system or subsystems. ഇപ്പോൾ ഒരു ഡാറ്റ
നമ്മളിതിന് മുൻപ് ഡാറ്റാബേസ് പറഞ്ഞപ്പോൾ പറയുന്നൊരു മാസ്റ്റർ ഫയൽ എന്നൊക്കെ. ഇപ്പോൾ ഒരു ഡാറ്റ പല സ്ഥലത്തായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ ഓരോ ഫയലിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. ഈ ഡെസിഷന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ വേരിയസ് സബ് സിസ്റ്റത്തിൽ, ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജേഴ്സ് വോണ്ട് ടു നോ ദ റിഡക്ഷൻ ഇൻ സെയിൽസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ റിഡക്ഷൻ ഇൻ സെയിൽസ്? എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞതെന്നുള്ളതാണ് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ കറൻറ്റ് പ്രോബ്ലം അതാണെങ്കിൽ അവർ പല ഓർഗനൈസേഷനിലെ പല ഫങ്ഷണൽ ഏരിയാസിലുണ്ടാവുന്ന കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി മുതൽ പല കാര്യങ്ങളും പല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ പല ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ സബ് സിസ്റ്റം, നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടില്ല, ഫങ്ഷണൽ സബ് സിസ്റ്റത്തിലെയൊക്കെ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ എല്ലാ സിസ്റ്റത്തിലെയും സബ് സിസ്റ്റത്തിലെയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഓരോ ഫയലിലാക്കി പ്രോസസ്സ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കേഴ്സിന് ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യേണ്ട ഫങ്ഷനാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലുണ്ടാവുക. സോ ഐഡൻറ്റിഫയബിളിൽ പറയേണ്ടത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ദാറ്റ് കളക്ട് ഡാറ്റ ഫ്രം അതർ ഇൻഫർമേഷൻ സിസ്റ്റം. മറ്റുള്ള ഫയലിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള സബ് സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ഡിസിഷൻ മേക്കേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അവർ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ ഡാറ്റ സപ്ലൈ ചെയ്ത് കൊടുക്കും. ദെൻ another characteristics is quick response. Decision support system responds quickly to the needs of decision makers. Decision makers ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഫാസ്റ്ററായിട്ട് റെസ്പോൺസസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അതുകൊണ്ടാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് ഇൻട്രാക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫാസ്റ്ററായിട്ട് റെസ്പോണ്ട് ചെയ്യും. ദെൻ another characteristics is technology. Technology required for DSS depends upon the flexibility required in decision making. ഒരു മാനേജർ എടുക്കുന്ന ഡിസിഷൻസിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ്, അതായത് സ്ട്രക്ചേർഡ് ഡിസിഷനാണോ, സെമി സ്ട്രക്ചേർഡ് ആണോ, അൺസ്ട്രക്ചേർഡ് ആണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് എന്തൊക്കെ ടെക്നോളജീസാണ് വേണ്ടത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ എ സ്മോൾ മൈക്രോ കമ്പ്യൂട്ടർ വിൽ ബി സഫിഷ്യൻറ്റ് ടു ഓപ്പറേറ്റ് എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ ഒരു സ്മോൾ മൈക്രോ കമ്പ്യൂട്ടർ തന്നെ സഫിഷ്യൻ്റ് ആണ് ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ദെൻ another characteristics or last characteristics is effectiveness of decisions. Decision support system improves accuracy, timeliness, quality and overall effectiveness of decisions. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആണെങ്കിൽ ഡിസിഷൻസ് ടേക്കൺ ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ബി ആക്യുറേറ്റ്. അതേപോലെ തന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം റൈറ്റ് ടൈമിൽ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്താൽ ഡിസിഷൻ മേക്കേഴ്സ് ക്യാൻ ടേക്ക് ഡിസിഷൻസ് അറ്റ് ദ റൈറ്റ് ടൈം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്ന ഇൻഫർമേഷൻ ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ ദെൻ ദ ഡിസിഷൻസ് വിൽ ഓൾസോ ബി എ ക്വാളിറ്റേറ്റീവ് വൺ. അപ്പോൾ ഒരു ഡിസിഷൻ്റെ ഒരു ഓവറോൾ ഇഫക്റ്റീവ്നെസ് നോക്കുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇംപ്രൂവ്സ് accuracy, timeliness, quality and overall effectiveness of decisions. So there are 11 characteristics of DSS.
First one was facilitation, then supporting, meant for higher level management, computers as well as judgment, interaction, task oriented, repeated use, identifiable, then quick response, technology, and effectiveness of decision. Now let's move on to next topic, that is components of decision support system. Components. There are 4 components of decision support system. First component is database. You are familiar with the term database. We have used this term several times. What is database? It is a collection of data. അല്ലേ, എവിടെയാണോ എ ബണ്ടിൽ ഓഫ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ദാറ്റ് പ്ലേസ് ഇസ് നോൺ ആസ് ഡാറ്റാബേസ്. അപ്പോൾ ഇവിടെ പറയുന്ന ഡാറ്റാബേസ് കണ്ടെയ്ൻസ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ് such as internal source, external source, and data generated by different applications. അതായത് പല സോഴ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ആ കളക്ഷൻ ഓഫ് ഡാറ്റേനെ നമ്മൾ ഡാറ്റാബേസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് കറൻറ്റ് ഓർ ഹിസ്റ്ററിക്കൽ ഡാറ്റ. ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കറൻറ്റ് ഡാറ്റ ആയിരിക്കും, ചിലപ്പോൾ പാസ്റ്റ് ഡാറ്റ ആയിരിക്കും. അതിൽ നമുക്ക് സംടൈംസ് ഡിസിഷൻ എടുക്കാൻ നമുക്ക് ഹിസ്റ്ററിക്കൽ ഡാറ്റ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സീനിയർ മാനേജർ ഓർ എക്സിക്യൂട്ടീവ്സ് വോണ്ട് ടു ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ സെയിൽസ്. ദേ ആർ അനലൈസിങ് പാസ്റ്റ് 10 years സെയിൽസ് പാറ്റേൺ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹിസ്റ്ററിക്കൽ ഡാറ്റ നമുക്ക് വേണ്ട. പാസ്റ്റ് 10 years ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ദേ ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ്. അപ്പോൾ ചിലപ്പോൾ ഹിസ്റ്ററിക്കൽ ഡാറ്റ ആയിരിക്കും ആവശ്യം, ചിലപ്പോൾ കറണ്ട് ഡാറ്റ ആയിരിക്കും ആവശ്യം. DSS ഓൾവേസ് പ്രൊവൈഡ്സ് ഫ്രഷ് ഡാറ്റ ബേസ്ഡ് ഓൺ വിച്ച് മാനേജേഴ്സ് ക്യാൻ മേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രഷ് ഡാറ്റ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതാണ്. ജനറലി ഒരു പേഴ്സണിന് ഡാറ്റാബേസിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ടു സേവ് ദ ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, അതായത് ഒരു തേർഡ് പേഴ്സൺ ആ ഡാറ്റ വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രോപ്പർ സെക്യൂരിറ്റി യൂസ് ചെയ്തിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡാറ്റയും എപ്പോഴും ആക്സസ് ആയിരിക്കില്ല. അത് പ്രോപ്പർ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. സോ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ ഇസ് കളക്റ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ്. ദെൻ DSS provides fresh data to the decision makers, and there won't be direct access to the database in order to protect data from unauthorized access. Then second component is model base. Model base പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ mathematical and analytical models are used. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ just like a model of a machine. ഒരു മെഷീൻ്റെ ഒരു മോഡലിനെ നമ്മൾ പറയുക ഫിസിക്കൽ മോഡൽ. മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളത് സോൾവ് ചെയ്യാം. അനാലിറ്റിക്കൽ മോഡൽ പറഞ്ഞാലും അതിന് ഒരു പെർട്ടിക്കുലർ തിങ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഓർ മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യാം. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് നമ്മളുടെ ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം. സോ എ മോഡൽ മേ ബി എ ഫിസിക്കൽ മോഡൽ ജസ്റ്റ് ലൈക്ക് എ മോഡൽ ഓഫ് എ മെഷീൻ, or a mathematical model using an equation, or a verbal model
describing a procedure, etc. Then most common statistical model എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മീൻ, മീഡിയൻ, മോഡ്. മാത്തമാറ്റിക്കൽ മോഡൽസിൽ മോസ്റ്റ് കോമൺ മോഡൽസ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് തന്നെ നമുക്ക് പറയാവുന്നത് ഒപ്റ്റിമൈസേഷൻ മോഡൽസ്. ഒപ്റ്റിമൈസേഷനിൽ നിങ്ങൾ ചെയ്യുന്ന ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP. LPPയിൽ നമ്മൾ രണ്ട് കൺസ്ട്രെയിൻസ് ആണ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. ഏറ്റവും കോസ്റ്റ് എത്രയോ നമ്മൾ മിനിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് മിനിമൈസ് ചെയ്യുക ആൻഡ് ടൈമും അതേപോലെ തന്നെ മിനിമൈസേഷൻ ഓഫ് ടൈം, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ മോഡൽ. ദെൻ ഫോർകാസ്റ്റിംഗ് മോഡൽസ്. ഫോർകാസ്റ്റിംഗ് മോഡൽസ് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മളുടെ പ്രൊഡക്ഷനോ സെയിൽസോ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർകാസ്റ്റിംഗ് മോഡൽസ് യൂസ് ചെയ്യും. അതിലൊക്കെ മോസ്റ്റ് കോമൺ വണ്ണാണ് ട്രെൻഡ് അനാലിസിസ്. ദെൻ സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ. സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ പറയുന്നത് ദേ ആസ്ക് വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ സംഭവിച്ചാൽ വാട്ട് ഹാപ്പൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ് ആർ യൂസ് ടു ഡിറ്റർമിൻ the impact of changes in one or more factors. ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മാറ്റാണ് വിചാരിച്ചു. ആ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നുകിൽ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഫുള്ളി റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ യൂസ് ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്. അതല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇഫ് പ്രൈസസ് ഇൻക്രീസ് ബൈ 5%, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് പ്രൈസസ് ഡിക്രീസ് ബൈ 5%. അപ്പോൾ അങ്ങനെ ആ വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്ക് അതിന് പറയാം സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ മോഡൽ ബേസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ, മാത്തമാറ്റിക്കൽ മോഡൽ, അനലിറ്റിക്കൽ മോഡൽസ് ആർ യൂസ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു സോൾവ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഫൈനലി നമ്മളുടെ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്. റൈറ്റ് ടൈമിൽ നമുക്കൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണം. ദെൻ തേർഡ് മോഡൽ ഇസ് DSS സോഫ്റ്റ്വെയർ. DSS സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് സോഫ്റ്റ്വെയർ ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ടൂൾ നമ്മൾ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ പറയുന്നത് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡൽസാണ്. അപ്പോൾ ഡാറ്റ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. അതിൽ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്, നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മീൻ, മീഡിയൻ, മോഡ്, അതേപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ മോഡൽ. ദെൻ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ദിസ് സോഫ്റ്റ്വെയർ, DSS സോഫ്റ്റ്വെയർ helps to create, store and retrieve data. ഡാറ്റാബേസിൽ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കാനും അത് സ്റ്റോർ ചെയ്യാനും അത് യൂസേഴ്സിന് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാനും സപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് DSS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് കമ്പോണൻറ്റ് ഇസ് DSS സോഫ്റ്റ്വെയർ. This software helps to interact with the user and helps to handle the data in the database. ഡാറ്റാബേസിലുള്ള ഡാറ്റ യൂസേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഡാറ്റ സപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് DSS സോഫ്റ്റ്വെയർ. സോ DSS സോഫ്റ്റ്വെയർ ഇസ് എ സോഫ്റ്റ്വെയർ tool used to data analysis. It consists of mathematical and analytical model and it helps to create, store and retrieve data. And this software is meant for higher level managers, അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ടാണ് ഈ
decision support system software യൂസ് ചെയ്യുന്നത്. Then fourth component is people resources. People resources പറഞ്ഞാൽ ഒരു സിസ്റ്റം മാത്രം വിചാരിച്ചാൽ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റില്ല. ഫോർ ദാറ്റ് വി റിക്വയർ ഹ്യൂമൻ ബീയിങ്. മാനേജേഴ്സാണ് ഡെസിഷൻ എടുക്കേണ്ടത്. മാനേജേഴ്സും സിസ്റ്റവും കൂടെയുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് ഡെസിഷൻസ് ആക്യുറേറ്റ് ആവുക. Here it says, decision support systems are used by managers and executives to take decisions on critical matters. വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു മാനേജറിന് ഡിസിഷൻ എടുക്കുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. സോ മാനേജേഴ്സ് നീഡ് expertise knowledge for taking decisions. Managers may not be expert in all fields. എല്ലാ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നില്ല മാനേജർ. സോ മാനേജർ സീക്ക് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സ്പേർട്ട്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ചില എക്സ്പേർട്സിൻ്റെ ഇൻഫർമേഷൻ അനലിസ്റ്റ്, സിസ്റ്റം അനലിസ്റ്റിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് ചിലപ്പോൾ മാനേജേഴ്സിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ മാനേജറിന് കിട്ടുന്നത്. സോ പീപ്പിൾ റിസോഴ്സസിൽ പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ആർ യൂസ്ഡ് ബൈ മാനേജേഴ്സ് ഓർ എക്സിക്യൂട്ടീവ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ക്രിട്ടിക്കൽ മാറ്റേഴ്സ്. മാനേജേഴ്സ് മേ സീക്ക് ദി ഹെൽപ്പ് ഓഫ് എൻ എക്സ്പേർട്ട് ഓർ സിസ്റ്റം അനലിസ്റ്റ് ഓർ ഇൻഫർമേഷൻ സ്പെഷ്യലിസ്റ്റ് ടു ഡെവലപ്പ് എ suitable hardware and software for implementing DSS. Decision support system implement ചെയ്യണമെങ്കിൽ മാനേജേഴ്സിന് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ട്. ആ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. വൺസ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി. വളരെ കാലത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാം. അൺലെസ് ദർ ഇസ് എനി ചേഞ്ച് ഇൻ ദ ബിസിനസ് എൻവയൺമെൻറ്റ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ആ സിസ്റ്റം വൺസ് ഇറ്റ് ഇസ് ഇൻസ്റ്റാൾഡ് ഓർ ഇംപ്ലിമെൻറ്റഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ്ങർ പീരിയഡ്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദർ ആർ 4 components of DSS. Which are the 4 components? First one, database. Then model base. Third one, decision support system software. And fourth one, people resources. Now let's move on to the functions of decision support system. There are 3 functions of decision support system. First function is quick response. This we have explained in the characteristics. What is quick response? Quick response means decision support system provides informations quickly. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് സപ്ലൈ ചെയ്യുന്നത്? They may provide documents, report, analysis, data analysis, and all relevant details will be displayed quickly on the monitor of the computer once the decision maker asks for the information. ഒരു ഡിസിഷൻ മേക്കർ ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്താൽ സ്പോണ്ടേനിയസ് ആയിട്ട് ക്വിക്കായിട്ട് അതിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. സോ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ DSS ടു റെസ്പോണ്ട് ക്വിക്ക്ലി. അതായത് അതുകൊണ്ടാണല്ലോ അതിനെ ഇൻട്രാക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂസറിന് ആവശ്യമുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ ഒരു റിപ്പോർട്ടായിരിക്കും ആവശ്യം, ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും ആവശ്യം, ചിലപ്പോൾ എന്തെങ്കിലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഒരു അനാലിസിസ് ആയിരിക്കും വേണ്ടി വരാം, അനാലിറ്റിക്കൽ ടേബിളായിട്ടായിരിക്കും വേണ്ടി വരാം. അപ്പോൾ എന്താണോ യൂസറിന് ആവശ്യമുള്ളത് ആ ഫോമാറ്റിലേക്ക് ആ ഡോക്യുമെൻറ്റിനെ മാറ്റി കൊടുക്കുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. ദെൻ തേർഡ് ഫങ്ഷൻ ഇസ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ്. Decision support system monitors and control
ഡിഫറെൻ്റ് ഫങ്ഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. ആ ഫങ്ഷൻസൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. ദ യൂസർ ക്യാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അനാലിസിസ് പ്രോസസ്സ്. വൺസ് ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം എല്ലാ ഫങ്ഷനും കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തോളും. യൂസർ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓൺലി ഇൻ ദ അനാലിസിസ് പ്രോസസ്. അനാലിറ്റിക്കൽ പ്രോസസ്സിൽ മാത്രമേ യൂസർ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ തേർഡ് ഫങ്ഷൻ ഇസ് യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ക്യാൻ ഗിവ് കമാൻഡ് ടു ദ കമ്പ്യൂട്ടർ. എന്ത് ഡാറ്റ ആണോ ആവശ്യം എന്നുള്ളത് യൂസറിന് കമാൻഡ് ചെയ്യാം. യൂസർ കമാൻഡ് ചെയ്യുമ്പോൾ സിസ്റ്റം ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും. മാനേജേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ ത്രൂ ദയർ ടെർമിനൽ ആൻഡ് സിസ്റ്റം പ്രൊവൈഡ്സ് ദ റിക്വയർഡ് ഡാറ്റ. ഇപ്പോൾ മാനേജർ എന്താണോ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ ആവശ്യപ്പെടുന്നത് ആ ഡാറ്റ അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫങ്ഷനാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനുണ്ടാവുക. സോ there are 3 functions: quick response, monitors and control functions, and user interface. So today we have discussed decision support system, its meaning, definition, characteristics, components, and functions of DSS. Is that clear? Okay, that's all for today. Thank you, students.